ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വീട്ടിൽ വന്ന് ക്ഷണിച്ചതിനെ തുടർന്നാണ് ആശാ സമരപന്തലിൽ എത്തിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇനിയും പോകാൻ തയ്യാറാണ്. സമരക്കാരെ പക്ഷത്ത് നിർത്താനായി JP നദ്ദ ഒന്നും പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്നത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അലവൻസ് കൂട്ടേണ്ടത് കേന്ദ്രമല്ലേ എന്ന ചോദ്യത്തിന് 2005-ൽ ഇത് കൊണ്ടുവന്നവരോട് ചോദിക്കണമെന്നായിരുന്നു പ്രതികരണം. മന്ത്രി R. ബിന്ദുവിന്റെ പരിഹാസം പുച്ഛത്തോടെ തള്ളുന്നെന്നും അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം സമരത്തെ ആത്മാർത്ഥതയോടെയാണ് താൻ കണ്ടതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും. ആശാവർക്കർമാരുടെ സമരത്തിൽ കരകയറ്റം ഉണ്ടാകട്ടെ. പറയാനുള്ളത് JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കലല്ല, അവരുടെ ജീവിതം നേരെയാവുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ആരോഗ്യമന്ത്രിയെ താൻ കുറ്റം പറയാനില്ല. എടുത്തുചാടി സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതാണ് താൻ നേരത്തെ തന്നെ പറഞ്ഞത്. പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്തു. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകും. മൂല്യം തകർക്കാൻ മാധ്യമങ്ങൾ കത്രിക വച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആശാവർക്കർമാരുടെ സമരപന്തൽ സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി കാണേണ്ടതില്ല. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും. ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥയുണ്ടാവുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാവർക്കർമാർ. ഈ മാസം 24-ന് സമരകേന്ദ്രത്തിൽ ആശാവർക്കർമാർ കൂട്ട ഉപവാസമിരിക്കും. നിലവിൽ 3 പേർ വീതമാണ് ഉപവാസമിരിക്കുന്നത്. നിരാഹാരമിരിക്കുന്നവർക്ക് പിന്തുണയുമായിട്ടാണ് മറ്റുള്ളവരും ഉപവാസം ഇരിക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. അതേസമയം വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിരുന്നുവെന്നും ഇനി മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അനുമതി കിട്ടിയാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും. ആവശ്യങ്ങൾ ഉന്നയിക്കും. കാണുമെന്നുറപ്പിച്ച് തന്നെയാണ് അനുമതി തേടിയതെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. ആശാവർക്കർമാർ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. നിരാഹാര സമരം തുടരുകയാണ്. ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ദിവസങ്ങളായിട്ട് സമരപന്തലിൽ തുടരുകയാണവർ. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരാഹാര സമരവും പ്രഖ്യാപിച്ചതും കഴിഞ്ഞ ദിവസം നിരാഹാരം കിടന്നതും. തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ആശമാർ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്.